ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്ബാക്ക് സീക്രട്ടിലെ നമ്മൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക. സ്വാഭാവികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ടെൻഡൻസി കൂടും, വിളിക്കാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് റൂളിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടും. ഓക്കെ, ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അവരുടെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വിഷ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. എല്ലാ വർഷവും ഞാൻ വിഷ് ചെയ്യുന്നതാണ്, അപ്പോൾ ഇത്തവണയും വിഷ് ചെയ്യണം തോന്നും. പക്ഷെ വിഷ് ചെയ്യരുത്. നിങ്ങളുടെ ആബ്സെൻസ് അവിടെ വരുമ്പോഴാണ് അത് ശരിക്കും എഫക്റ്റ് ആവുക. സോ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണ്ട. മൂന്നാമത്തത്, നിങ്ങൾക്ക് സ്വയം കുറ്റബോധം തോന്നുക. കുറ്റബോധം തോന്നുന്ന സമയത്ത് മെസ്സേജ് അയച്ചേക്കാം എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ വേണ്ട, അവിടെ മെസ്സേജ് അയക്കണ്ട. ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സംസാരിക്കാം. ദെൻ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുന്ന സ്റ്റാറ്റസുകളോ കണ്ടിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാം. ആ വ്യക്തി ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഇട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയക്കാതിരിക്കുക. നോ കോണ്ടാക്ട് റൂൾ ബ്രേക്ക് ചെയ്യരുത് ഒരു പോസ്റ്റോ സ്റ്റാറ്റസോ കണ്ടതിൻ്റെ പേരിൽ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് നടക്കും. ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുള്ള ആൻസേഴ്സ് ആ വ്യക്തിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് എന്നാൽ ഒന്ന് വിളിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വിളിക്കരുത്, സംസാരിക്കരുത്. അവരിങ്ങോട്ട് തന്നെ വരട്ടെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ് പോലെയുള്ള മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് മെസ്സേജുകൾ വരുമ്പോൾ എപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റീല് നെക്സ്റ്റ് റീലിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക്